Unbox ചെയ്യാൻ പോകുന്നത് രണ്ട് സാധനങ്ങൾ. ഒന്ന് ആപ്പിൾ പെൻസിൽ, ഇത് ഫസ്റ്റ് ജനറേഷൻ ആണ്, 2019. പിന്നെ രണ്ടാമത് ഐപാഡ് പ്രോ, ഐപാഡ് നോർമൽ 7th ജനറേഷൻ, 32GB 2GB റാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഐപാഡ് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഐപാഡ്. ഇത് 32GB ഇന്റേണൽ മെമ്മറി, ഐപാഡ് 7th ജനറേഷൻ, വൈഫൈ സപ്പോർട്ട്, 2GB റാം. ഇത് ഒരു തവണ പൊട്ടിച്ച് ജസ്റ്റ് ഉണ്ടാവുള്ളത് നോക്കിയിട്ട് അതേപോലെ പാക്ക് ചെയ്തതാണ്. ചെയ്യാം. ഐപാഡ് 7th ജനറേഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഫസ്റ്റ് മേലെ തന്നെ ആപ്പിൾ പ്രോഡക്റ്റും പോലെ ഫസ്റ്റ് മേലെ തന്നെ ആണ് ഐപാഡ് വന്നിരിക്കുന്നത്. ഇതിന്റെ കവർ. ഇനി ഇതിന്റെ അകത്ത് ബാക്കിയുള്ള എന്താന്ന് നോക്കാം നമുക്ക്. വെക്കട്ടെ. പിന്നെ ഇതാ ചാർജിങ് കേബിള്. ഓക്കെ, ചാർജിങ് കേബിൾ എല്ലാം നല്ല ഭംഗിയായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നുള്ളത് ചാർജിങ്ങിന്റെ അഡാപ്റ്ററാണ്. ഇതിന് മുമ്പ് വന്ന മോഡൽ അതേ രീതിയിൽ തന്നെ രണ്ട് പീസായിട്ടാണ് വരുന്നത്. നമുക്ക് കണക്ട് ചെയ്യാം, ജോയിൻ ചെയ്യാം. പക്ഷെ ഇതിന് മുൻപ് വന്ന മോഡലുകൾ ഇതിൽ കുറച്ചുകൂടെ വലുതായിരുന്നു. ഇപ്പോഴത്തെ ചെറുതാണ്. സെയിം ഐഫോൺ 5 ശേഷമുള്ളത് സെയിം ചാർജിങ് പിന്നാണ്. അതിപ്പോ കുറച്ച് വർഷമായിട്ട് ഇതാണ് ഇപ്പൊ ഐപാഡിന് വന്നുകൊണ്ടിരിക്കുന്നത്. സെയിം ചെറിയ പിന്ന്. പക്ഷെ ഇതിന് മുൻപ് 2 ജനറേഷൻ മുമ്പേ ഐഫോണിന് വന്നിരുന്നത് നോർമൽ വലിയ പിന്ന്, അതായത് ഐഫോൺ 4 യൂസ് ചെയ്യുന്നത് സെയിം പിന്നായിരുന്നു. ഇപ്പം ചെറുതാണ് വന്നത്. ഇപ്പൊ മാക്ബുക്കിനും വരുന്നത് ഇതേപോലെ ചെറിയ പിന്നാണ്. പിന്നെ ഉള്ളത് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. നോർമലി ഒരു ചെറിയൊരു ബ്രോഷറേ ഉള്ളൂ. ഓക്കെ, ചെറിയൊരു ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ ബ്രോഷർ. ഇതിന് ആപ്പിളിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആപ്പിളിന് വാറണ്ടി കാർഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതെല്ലാം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിനനുസരിച്ച് ഓൺലൈനിൽ ആണ് അതിന്റെ സപ്പോർട്ട്. പിന്നെ എല്ലാത്തിലുള്ളത് പോലെ രണ്ട് സ്റ്റിക്കർ ഉണ്ട് ആപ്പിളിന്റെ. നമുക്ക് വണ്ടികളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ബൈക്കിലോ കാറിലോ എവിടെ വേണേൽ യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ. പിന്നെ ഇതിലുള്ള ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള മാനുവലും കാര്യങ്ങളൊക്കെയാണ് ചെറിയ രീതിയിലുള്ളതേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതെല്ലാവരും ആപ്പിൾ യൂസ് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ യൂസ് ചെയ്തവരായിരിക്കും. ഇനി ചാർജർ കണക്ട് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. ഇത് 2 പീസ് വരുന്നു. പീസ് നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഐപാഡ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. കിടക്കട്ടെ. പവർ ബട്ടൺ എല്ലാം മേലെയാണ് എല്ലാ ഐപാഡിനും വരുന്നത് പോലെ. പക്ഷെ ഇപ്പോഴത്തെ ഫോണുകൾക്കെല്ലാം വരുന്ന ഐഫോൺ 5 അല്ല, ഐഫോൺ 6 മുതൽ സൈഡിലായിരുന്നു വരുന്നത്. ഇതിനെല്ലാം മേലെ തന്നെയാണ്. ഇപ്പോ വന്നിരിക്കുകയാണ്. ഇതാണ് ഐഫോൺ 7, ഐപാഡ് 7 പ്രോയുടെ സ്ക്രീന്. ഓക്കെ, ഇതിലിപ്പോ ആപ്പിൾ ഐഡി രജിസ്റ്റർ ചെയ്തതാണ്. ഇതിൽ നല്ല സ്പീഡും നല്ല സ്മൂത്ത് ആയിട്ടുള്ള യൂസേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിനിപ്പോ നമ്മൾ എടുത്തിരിക്കുന്ന മൈജി എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ്. ഇതിന് റേറ്റ് 29,900 രൂപയാണ് വരുന്നത്. മൈജി എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഷോറൂമിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഗ്രാൻഡ് ഗാരേജ് ബാൻഡ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഡിഫോൾട്ട് ആയിട്ട് വരുന്നുണ്ട്. ഒരു ഇതെല്ലാത്തിലും ഇപ്പം വരുന്നുണ്ട്. ഇതൊക്കെ എന്തെങ്കിലും നമുക്ക് ഓരോ അതിന് ട്യൂണുകൾ ചേഞ്ച് ചെയ്യാനും പുതിയ നമുക്ക് ഇഷ്ടപ്പെട്ട ട്യൂണുകളെല്ലാം നമുക്ക് ആഡ് ചെയ്യാനൊക്കെ സാധിക്കും. അത് ഓക്കെ,
പിന്നെ ഇതിൽ ഫേസ് ടൈം നോർമൽ ഉള്ളതുപോലെ ഇപ്പൊ ഒരു ഇതെല്ലാത്തിൽ ഫേസ് ടൈം. പിന്നെ ആപ്പിൾ ടി വി വരുന്നുണ്ട്. പിന്നെ ഫോട്ടോ ബൂത്ത്, ഷോർട്ട് കട്ട്സ്, പിന്നെ ഐമൂവി ഒക്കെ എല്ലാത്തിനും നമുക്ക് പെട്ടെന്ന് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അതെല്ലാം ഇതിൽ വരുന്നുണ്ട്. ഡിഫോൾട്ട് ആയിട്ട് തന്നെ വരികയാണ്. ഓക്കെ, പിന്നെ ഇതിന് 32 GB മെമ്മറി, 2 GB റാം എല്ലാം ഉണ്ട്. പിന്നെ ഇതില് നമുക്ക് ഉള്ളൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പെൻസിൽ ഇതിന്റെ അകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിന് മുമ്പത്തെ ജനറേഷൻ വരെ വന്നിരിക്കുന്നത് ഐപോഡ് പ്രോക്കാണ് പെൻസിൽ കണക്ട് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. പക്ഷെ ഇതിന് അതിന്റെ ആവശ്യമില്ല. ഇതിന് ഇപ്പം മുതൽ ഈ 2019 iPad 18 മുതൽ ഐപാഡിന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് അതിലേക്കൊന്ന് നോക്കാം. ഇതാണ് പെൻസിൽ. ഓക്കെ, കൂടെ ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളത് ഇതിന്റെ ചാർജറും കാര്യങ്ങളൊക്കെയാണ്. ഇതിന്റെ ചെറിയൊരു ബ്രൗഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ബോക്സ് പോലെ തന്നെ നീളം ഷേപ്പിലുള്ള ബ്രൗഷറാണ് ഉള്ളത്. ഇതിന്റെ കൂടെ നോർമൽ ആപ്പിൾ പ്രോഡക്റ്റിന്റെ കൂടെ കാണുന്ന പോലെ സ്റ്റിക്കർ കാണുന്നില്ല. ഇതിന്റെ ഒരു നിബ് എക്സ്ട്രാ കാണുന്നുണ്ട്. അതേപോലെ ചാർജിങ് സ്ലോട്ടും കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇത് കാണാൻ ഇതാണ് ആപ്പിൾ പെൻസിൽ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ഇത് നമുക്ക് ഇവിടെ ഒരു പെന്നിന്റെ ടോപ്പ് പോലെ ഇവിടെ ഒരു ചെറിയൊരു സാധനം ഊരാണ്ട് ഊരി വെക്കാം. ഇത് നമുക്കിത് അവിടെ നമ്മുടെ ചാർജിങ് സ്ലോട്ടിൽ കണക്ട് ചെയ്യാവുന്നതാണ്. നേരെ കണക്ട് ചെയ്യാം. നേരെ കണക്ട് ചെയ്തത് ഇപ്പോൾ 15 സെക്കൻഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അരമണിക്കൂർ ചാർജ് ചെയ്യാനുള്ള ചാർജിന്റെ അകത്താവും. അതായത് ഇതിന്റെ ഇപ്പോൾ കണക്ട് ചെയ്തപ്പോൾ ഇതിന്റെ മുകളിൽ പെയർന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുകയാണ്. ബ്ലൂടൂത്ത് പെയർ കൊടുക്കുകയാണ്. ഇപ്പൊ പെയർ ആയിരിക്കുകയാണ്. ഇതിപ്പോ 15 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടാവും. എടുക്കുകയാണ്. ഓക്കെ, നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാമല്ലോ.